10 years ago, I got my dream job. വേൾഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇന്നോവേറ്റീവ് കമ്പനീസിൽ ഒന്നായിട്ടുള്ള ഇന്റലിൽ ഞാൻ ജോയിൻ ചെയ്തു. 10 വർഷത്തിനിടയിൽ ഒരുപാട് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, ഡാറ്റാ സെൻറ്റേഴ്സ്, ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് അഥവാ GPUs, AI ആക്സലറേറ്റേഴ്സ്, ഇന്ന് നമ്മളുടെ ചുറ്റുമുള്ള ഒരു ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻറ്റ് വേൾഡിനെ പവർ ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഡിസൈൻ ചെയ്തു, ആ പ്രൊഡക്ട്സിൽ വർക്ക് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ലോങ് 10 years ഐ ആം സ്റ്റെപ്പിംഗ് ഡൗൺ. ഞാൻ മറ്റൊരു ജേണിയിലോട്ട് കാലെടുത്ത് വെക്കുകയാണ്. ആൻഡ് വൈ ഈസ് ദ ക്വസ്റ്റ്യൻ. 2010 എനിക്ക് IIT ജെയിൽ നല്ല റാങ്ക് ലഭിച്ചുകൊണ്ട് ഞാൻ IIT മദ്രാസിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നത്. IIT മദ്രാസിൽ ജോയിൻ ചെയ്യുമ്പോൾ 2 ഓപ്ഷൻസാണ് മുമ്പിലുണ്ടായിരുന്നത്. അത് അന്നത്തെ ഏറ്റവും ടോപ്പ് ബ്രാഞ്ചസ് ആയിരുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങോ എടുക്കണം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് വേണോ ഇലക്ട്രിക്കൽ വേണോ എന്ന് ഡൗട്ടായപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ച് ഏതെടുക്കണം. രണ്ടിനെക്കുറിച്ചും എനിക്ക് വലിയ ധാരണയില്ല. ഞാൻ ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ സയൻസ് സ്കൂൾ ലെവലിലൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അതിനോടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ എ സ്പെഷ്യലൈസേഷൻ വിത്ത് മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് VLSI ഡിസൈൻ, അങ്ങനെയാണ് കോഴ്സ് വരുന്നത്. അന്ന് എൻ്റെ ഒരു കസിൻ എന്നോട് പറഞ്ഞു, VLSI ഡിസൈനൊക്കെ പഠിച്ച ആളുകളാണ് ഇൻ്റൽ പോലത്തെ കമ്പനീസിൽ പോയി ജോലി ചെയ്യുന്നത് എന്നുള്ളത്. ഇൻ്റൽ എന്നുള്ളത് ഒരു ഡ്രീം കമ്പനിയായിരുന്നു. ലോകത്തിലെ എല്ലാ ലാപ്ടോപ്സിനെയും പവർ ചെയ്യുന്ന, അതേപോലെ തന്നെ എല്ലാ ഇലക്ട്രോണിക്സിൻ്റെയും പിന്നിലുള്ള, ലോകത്തെ മാറ്റിമറിച്ച സിലിക്കൺ വാലിയുടെ ആ പേരിലെ സിലിക്കൺ എന്നുള്ളത് വരുന്നത് പോലും ഇൻ്റൽ എന്നുള്ള കമ്പനിയിൽ നിന്നാണ്. ലോകത്തെ റവല്യൂഷനൈസ് ചെയ്ത കമ്പനി. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഞാൻ എന്താണ് VLSI ഡിസൈൻ, എന്താണ് മൈക്രോ ഇലക്ട്രോണിക്സ് എന്നുപോലും അറിയാതെ ഞാൻ ആ ഒരു കോഴ്സിന് ഞാൻ എൻറോൾ ചെയ്തു. അപ്പോഴും ഇൻ്റലിൽ ജോലി ലഭിക്കുമെന്ന് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. 5 വർഷം IIT മദ്രാസിൻ്റെ ആ മനോഹരമായിട്ടുള്ള ക്യാമ്പസിലൂടെ കടന്നുപോയി. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു, ലൈഫിൽ നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ കണ്ടു. നമ്മൾ ഒരു വലിയ എക്സ്പീരിയൻസിലൂടെ കടന്നുപോയി. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് സമയമായി. IITയിലെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് എന്നുള്ളത് ഓരോ ഡേയ്സിലും ടോപ്പ് കമ്പനീസ് വീതം അങ്ങനെയാണ് വരിക. അതായത് Day 1 ഏറ്റവും ടോപ്പ് കമ്പനീസ് വരിക, Day 2 ഒരു നെക്സ്റ്റ് കമ്പനീസ് വരും, Day 3 ഒരു നെക്സ്റ്റ് കമ്പനീസ് വരും. അപ്പോൾ നമ്മളിതിന് ടെസ്റ്റിന് അപ്ലൈ ചെയ്യണം, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം. ഫസ്റ്റ് ഡേ വരുന്നത് മുഴുവൻ ഒരു ഫൈനാൻസ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസാണ്. അന്ന് അതിൽ അത്ര താല്പര്യം തോന്നിയില്ല, അതുകൊണ്ട് ഫസ്റ്റ് ഡേ കമ്പനീസിലൊന്നും അപ്ലൈ ചെയ്തില്ല. സെക്കൻഡ് ഡേയിലാണ് ഇൻ്റൽ എന്നുള്ള ആ കമ്പനി വരുന്നത്. ഇൻ്റലിൻ്റെ ടെസ്റ്റ് എഴുതി, റിസൾട്ട് വന്നിട്ടില്ല. എനിക്ക് ആക്ച്വലി ഞാൻ ഒരുപാട് ടെസ്റ്റുകൾ എഴുതിയെങ്കിലും ഒരു കമ്പനി പോലും എന്നെ ഇൻ്റർവ്യൂവിന് ഇതുവരെ വിളിച്ചിട്ടില്ല. December 1 രാത്രി 10:30 എനിക്ക് കോൾ വരുന്നത്, നാളെ ഇൻ്റലിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. എപ്പോഴാണ് സമയം? രാവിലെ 6:30. അപ്പോൾ ഒരു ഞെട്ടി ഒരു ഉണർന്നെഴുന്നേൽക്കലായിരുന്നു. ഒന്ന്, ഇൻ്റർവ്യൂവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യണം. 2, ഇൻ്റർവ്യൂവിന് നല്ലൊരു കോലത്തിൽ പോകണമല്ലോ. ഷർട്ട് പോലും ഇസ്തിരി ഇട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്ത് ഷർട്ടൊക്കെ ഇസ്തിരി ഇട്ട് തന്നു. ഞാൻ കുറച്ചൊക്കെ എന്തൊക്കെയൊക്കെ വായിച്ചു, എന്താ ചോദിക്കാന്നുള്ളതൊന്നും ഒരു ധാരണയില്ല. ഞാൻ ഇൻ്റർവ്യൂവിന് റെഡിയായി. രാവിലെ നേരത്തെ എണീറ്റ് നിസ്കരിച്ച് ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇൻ്റർവ്യൂവിന് എൻ്റെ സൈക്കിളും ചവിട്ടി ഞാനിങ്ങനെ ഇൻ്റർവ്യൂ ഹാളിലോട്ട് പോവുകയാണ്. രാവിലെ തന്നെയാണ് ഇൻ്റർവ്യൂ. കുഴപ്പമില്ലാതെ ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും തോന്നിയില്ല. പിന്നെ ആരൊന്നും പറഞ്ഞു കേട്ടൊന്നുമില്ല. ഉച്ചക്കൊരൽപ്പം നിരാശയോട് കൂടിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാനൊക്കെ ഇറങ്ങി. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വിളി വരുന്നത്, എന്ത്, ഒരു റൗണ്ട് ഇൻ്റർവ്യൂ കൂടി ഉണ്ട്. ഞാൻ പെട്ടെന്ന് സൈക്കിൾ എടുത്ത് ഓടി ഞാൻ പോയി. ഒരു 2 റൗണ്ട് ഇൻ്റർവ്യൂ, ഒരു ടെക്നിക്കൽ ഇൻ്റർവ്യൂ പിന്നെ ഒരു HR ഇൻ്റർവ്യൂ വീണ്ടും അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂവിലെ പെർഫോമൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. അന്ന് ഈവനിങ് ഒരു 5 o'clock റിസൾട്ട് വന്നു, ഇൻ്റലിൽ സെലക്ട് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു. ഒരു 18 വയസ്സിൽ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യമാണ്. നമ്മൾ IITയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഒരു കോഴ്സ് ഞാൻ എടുത്തത്. അതേ കമ്പനിയിൽ ജോലി കിട്ടി എന്നുള്ളത് എന്താ പറയുക, ലൈഫിലെ ശരിക്കും ഒരു വോ മൊമെൻ്റ് ആയിരുന്നു. IIT നമുക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റുകളിലൊന്നായിരുന്നു ഇൻ്റലിൽ ജോബ് എന്നുള്ളത്. അങ്ങനെ ബാംഗ്ലൂർ ഇൻ്റലിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ഒരുപാട് അടിപൊളി പ്രൊഡക്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റി. അപ്പോഴാണ് 2020 കോവിഡ് വരുന്നത്. കോവിഡ് വന്ന സമയത്ത് വീട്ടിലായിരുന്നു. അപ്പോൾ അതോട് കൂടിയിട്ട് വീട്ടിലായി ജീവിതം എന്നുള്ളത്.
ആ വീട്ടിൽ ഇരുന്ന കോവിഡ് വന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ ഒരുപാട് സമയം ബാക്കിയുണ്ട്, കുറച്ചും കൂടി സമയമുണ്ട്. കമ്പനിക്ക് പോലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് സമയമുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നി. എനിക്ക് ഏറ്റവും ബെസ്റ്റായി ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയത് ക്ലാസ് എടുക്കുക എന്നുള്ളതായിരുന്നു. അന്നത്തെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ക്ലാസ്സസ് തുടങ്ങി. അപ്പോൾ ഇതെങ്ങനെ എടുക്കണം എന്നറിയില്ല. ഒന്ന് ആദ്യം മൊബൈലിൽ ഈ ക്ലാസ്സസ് നമ്മൾ ഷൂട്ട് ചെയ്യും. പക്ഷേ ഈ എഴുതുന്നത് എങ്ങനെ വരും? വീട്ടിൽ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോഴാണ് എൻ്റെ അടുത്തൊരു ഐപാഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഐപാഡിൽ ആപ്പിൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ എഴുതും. ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു ആപ്പൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തു. പക്ഷേ ഇതെങ്ങനെ പിന്നിൽ വരുത്തും, എഴുതിയിട്ട് എങ്ങനെ പിന്നിൽ വരുത്തും എന്നുള്ളതൊരു പ്രശ്നമായിരുന്നു. അപ്പോഴാണ് ഞാൻ എവിടെയൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായത് സിനിമകളിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്രീൻ സ്ക്രീൻ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഗ്രീൻ സ്ക്രീന് ഗ്രീൻ സ്റ്റുഡിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഫാദർ ഡോക്ടറാണ്, ഫാദറിൻ്റെ കൺസൾട്ടേഷൻ റൂമിലുള്ള പച്ച ബെഡ്ഷീറ്റ് ഉണ്ടാവും പൊതുവേ ഡോക്ടർമാരെ വീട്ടിലൊക്കെ ഉള്ള, അതൊന്നും എടുത്തിട്ട് ഞാൻ ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് അത് പിന്നിൽ തൂക്കി ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ വൈഫൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ എൻ്റെ ഫോണിൽ ഞാൻ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യും, അപ്പുറത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. ഇത് രണ്ടും കൂടി ഞാൻ ഒരു ആപ്പിലിട്ടിട്ട് മിക്സ് ചെയ്ത് ഗ്രീൻ സ്ക്രീനൊക്കെ റിമൂവ് ചെയ്യാൻ നോക്കി. കുഴപ്പമില്ലാത്ത ഒരു വീഡിയോ ഔട്ട്പുട്ടൊക്കെ കിട്ടി. അതായിരുന്നു യൂട്യൂബിലെ ആദ്യത്തെ ക്ലാസ് എന്നുള്ളത്. അപ്പം അന്ന് വീഡിയോ എടുക്കുന്നതും കണ്ടൻറ് ഉണ്ടാക്കുന്നതും സ്ലൈഡ് ഉണ്ടാക്കുന്നതും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ക്ലാസ് എടുക്കുന്നതും ഒക്കെ ഞാൻ തന്നെയായിരുന്നു. അവിടെ നിന്നാണ് X&Y ലേണിങ്ങിൻ്റെ ആക്ച്വൽ തുടക്കം എന്നുള്ളത്. ഈ ക്ലാസ്സുകൾ എടുത്തു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് ടാലൻ്റ് ഇല്ലാഞ്ഞിട്ടോ അവർക്ക് കഴിവില്ലാഞ്ഞിട്ടോ ബുദ്ധി ഇല്ലാഞ്ഞിട്ടോ അല്ല, ബട്ട് ദേ ലാക്ക് റെഡിനെസ് എന്നുള്ളതാണ്. കാരണം IIT പോലെയുള്ളൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ആക്ച്വലി മലയാളികളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. കുറച്ച് മലയാളികളെ IITസിൽ പഠിക്കുന്നുള്ളൂ, കൂടുതലും തെലുങ്കന്മാർ ആന്ധ്രക്കാരൊക്കെയാണ്. അപ്പോൾ അവർ ആക്ച്വലി വളരെ നേരത്തെ ഇത്തരം എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. നമ്മൾ എപ്പോഴും ഒരു 12th ഒക്കെ കഴിഞ്ഞിട്ട് വളരെ ലേറ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഈ ഒരു കാര്യം റിയലൈസ് ചെയ്തപ്പോഴാണ് ഒരുപാട് ആളുകൾ ഓൺലൈനിൽ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ അതല്ല നമ്മുടെ കുട്ടികൾക്ക്, മിടുക്കരായ കുട്ടികൾക്ക് എസ്പെഷ്യലി വേണ്ടത്. അവരെ നെക്സ്റ്റ് ലെവലിലോട്ട് അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം വേണം. അവരെ ഭാവിയിലെ ലോകത്തിലോട്ട് റെഡി ആക്കണം. അവിടെ വേറൊരു ചിന്ത കൂടി എനിക്ക് ഉണ്ടായിരുന്നു. എൻ്റെ IITs എന്നുള്ളത് ഇറ്റ് വാസ് എൻഡ് ഓഫ് മൈ ഡ്രീംസ്. ഒരു മലപ്പുറം ജില്ലയിലെ ഒരു സാധാ വില്ലേജിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം IITയിൽ എത്തിയെന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. പക്ഷെ അവിടെ എൻ്റെ ഡ്രീംസ് എൻഡ് ചെയ്തു എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. എൻ്റെ കൂടെ പഠിച്ച പല ആളുകളും അവർ സെക്കൻഡ് ഇയർ തേർഡ് ഇയറിലൊക്കെ ഇൻറ്റേൺഷിപ്പും പ്രൊജക്ട്സൊക്കെ ചെയ്യും. നമ്മൾ വെറുതെ നോക്കിയിരിക്കും, നമ്മൾ വെക്കേഷൻ എൻജോയ് ചെയ്യും. കാരണം അവരുടെ ഫാദേഴ്സും മദേഴ്സൊക്കെ IIT പഠിച്ച ആൾക്കാരായിരുന്നു. അവർക്ക് നെക്സ്റ്റ് ലെവലിൽ ഹാർവാർഡിലും MITയിലും സ്റ്റാൻഫോർഡിലൊക്കെ എത്തണം എന്നായിരുന്നു ആഗ്രഹം. അവിടെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഒരു കറക്റ്റ് ഗൈഡൻസ് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് ഉണ്ടായത്. അപ്പോൾ നമുക്കൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം വേർ നമ്മൾ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യും, അവരെ ഗൈഡ് ചെയ്യും, അവരെ മെൻറ്റർ ചെയ്യും. മോർ ദാൻ ദാറ്റ് അവരെ നമ്മൾ നെക്സ്റ്റ് ലെവലിന് റെഡിയാക്കും. ഇറ്റ് ഷുഡ് ബി എബോവ് സ്കൂൾ ട്യൂഷൻ, right? It should be above what schools provide. It should be above what normal tuition centers provide. അവിടെ നിന്നാണ് X&Y ലേണിങ്ങിൻ്റെ തുടക്കം എന്നുള്ളത്. X&Y ലേണിങ്ങിൻ്റെ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് നമ്മൾ എത്തുന്നത് അവിടെ നിന്നാണ്. ഒരുപാട് ഫ്രണ്ട്സിനോട് സംസാരിച്ചു, അവരെ ഓൺബോർഡ് ചെയ്തു. NIT നിന്നും IIT നിന്നൊക്കെ പഠിച്ചിറങ്ങിയ മിടുക്കരായിട്ടുള്ള ആളുകൾ വലിയൊരു വിഷനോട് കൂടിയിട്ട് ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. ഒരു 10 കുട്ടികൾ വെച്ച് തുടങ്ങിയിട്ട് ഇന്ന് 3000-ലധികം കുട്ടികളിലോട്ട് X&Yയുടെ ജേണി എത്തി നിൽക്കുകയാണ്. ഇത് കേവലം ഒരു 3000 കുട്ടികളല്ല, ഇത് 3000 ഫാമിലീസാണ്. 3000 ഫാമിലീസ് എന്ന് പറഞ്ഞാൽ 10,000-ലധികം ആളുകളാണ്. അവരുടെ സറൗണ്ടിങ്സിലുള്ള ഒരുപാട് ആളുകളാണ്. ഒരു കുട്ടി നമ്മളിലൂടെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു കുട്ടി ഇന്ത്യയിലെ ഒരു പ്രീമിയർ സ്ഥാപനത്തിലോട്ട് നടന്നു കയറിയാൽ, ഒരു കുട്ടി സിവിൽ സർവീസിലോട്ട് എത്തിയാൽ, ഒരു കുട്ടി ഒരു പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് CEO ആയിട്ട് മാറിയാൽ, ഒരു കുട്ടി ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ബിസിനസ്സിനോ അല്ലെങ്കിൽ എൻജിനീയറിംഗോ ഒക്കെ റിസർച്ച് ചെയ്യാൻ പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മുടെ ലക്ഷ്യം സാർത്ഥകമാവുകയാണ്. ആ ലക്ഷ്യത്തിലോട്ടുള്ള ഒരു വഴിയിലാണ് ഞങ്ങളിനി. ഇന്ത്യയിൽ നിന്നുള്ള ആ ഒരു കംഫേർട്ട് സോൺ ഒഴിവാക്കി, ആ ഒരു സെക്യൂരിറ്റിയുള്ള ജോബ് ഒഴിവാക്കി ഇന്ന് X&Y ലേണിങ്ങിൻ്റെ ഒരു ഫുൾ ടൈം CEO ആയിട്ട് ഞാൻ ചുമതലയേൽക്കുകയാണ്. ഇത്രയും കാലം നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്തതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വളരെയധികം ആവശ്യമാണ്.
XNY കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞാൻ ലിങ്ക് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് 6 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഞങ്ങളുടെ അക്കാഡമിക് ടീം നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞാൻ ഒരു ഹൈലി സെക്യൂർ ആയിട്ടുള്ള ഹൈലി പേയിങ് ആയിട്ടുള്ള ഒരു ജോബ് ഉപേക്ഷിച്ചത് ഇറ്റ്സ് ഫോർ സംതിങ് ബിഗ്ഗർ ആൻഡ് സംതിങ് ബെറ്റർ എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഒരുപാട് ആളുകളുടെ ലൈഫിൽ വിസിബിൾ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഈ XNY ജേണിയിലൂടെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം എനിക്ക് ഇന്നുണ്ട്. ആ ആത്മവിശ്വാസം തന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടുള്ള XNYയുടെ വളർച്ചയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. XNYയുടെ ഇനിയും രചിക്കാനിരിക്കുന്ന കഥകളിൽ നിങ്ങളും ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക്സ്. സൈനിങ് ഓഫ്.